നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ഭൂകമ്പത്തെ തുടർന്ന് പൊട്ടിത്തെറിച്ചു. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ് ഇന്ത്യയിലെ ഒരേ ഒരു സജീവ അഗ്നിപർവ്വതം ഉള്ളത്. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ 2 തവണയാണ് പൊട്ടിത്തെറിച്ചത്. റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് സെപ്റ്റംബർ 13-നും 20-നുമായിരുന്നു ആ പൊട്ടിത്തെറികൾ. പോർട്ട് ബ്ലെയറിൽ നിന്ന് 140 കിലോമീറ്റർ അകലെയാണ് ജനവാസമില്ലാത്ത ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. 2 സ്ഫോടനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ബരാൻ ദ്വീപിലുള്ള ഈ അഗ്നിപർവ്വതത്തിൽ 8 ദിവസത്തിനുള്ളിലുണ്ടായ 2 പൊട്ടിത്തെറികളും താരതമ്യേന ചെറിയ പൊട്ടിത്തെറികളാണ് എന്ന് ഈ രംഗത്തെ വിദഗ്ധർ അറിയിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഔദ്യോഗിക രേഖകൾ പ്രകാരം 2022-ലാണ് ഈ അഗ്നിപർവ്വതം ഇതിനു മുൻപ് പൊട്ടിത്തെറിച്ചത്. അഗ്നിപർവ്വത സ്ഫോടനത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ട ചാരവും ലാവ ഉറച്ചുണ്ടായ പാറകളും കൊണ്ടാണ് ഈ ദ്വീപ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. പ്രദേശത്തെ ജനവാസമില്ലാത്ത ദ്വീപുകളിൽ ഒന്നാണ് ബാരൻ ദ്വീപ്. ബാരൻ ദ്വീപ് എന്നത് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ ബർമീസ് ടെക്ടോണിക് പ്ലേറ്റുകളുടെ സംഗമ സ്ഥാനത്താണ്. ഇതാണ് ഇവിടെ അഗ്നിപർവ്വതം സജീവമാകാനുള്ള കാരണം. 8.34 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ളതാണ് ബാരൻ ദ്വീപ്. ഇവിടെ നിന്നും ഏകദേശം 140 മുതൽ 150 കിലോമീറ്റർ അകലെയുള്ള സ്വരാജു ദ്വീപ്, ഹാവ്ലോക്ക് ദ്വീപ്, നാർക്കൊണ്ടം ദ്വീപ് എന്നിവയാണ് ഏറ്റവും അടുത്തുള്ള ജനവാസ കേന്ദ്രങ്ങൾ. 1787-ലാണ് ബാരൻ ദ്വീപിൽ ആദ്യത്തെ അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായതെന്ന് ആൻഡമാൻ നിക്കോബാർ ഭരണകൂടത്തിന്റെ കണക്കുകൾ അവകാശപ്പെടുന്നു. പിന്നീട് നീണ്ട കാലത്തെ സുഷുപ്തിക്ക് ശേഷം 1991, 2005, 2017, 2022 എന്നീ വർഷങ്ങളിൽ അഗ്നിപർവ്വതത്തിൽ നിന്നും ചെറിയ പൊട്ടിത്തെറികൾ ഉണ്ടായെന്നും സീസ്മോളജി കണക്കുകൾ വ്യക്തമാക്കുന്നു. എന്തായാലും രാജ്യം ശ്രദ്ധയോടുകൂടി തന്നെയാണ് ഈ നിരീക്ഷണം നടത്തിക്കൊണ്ടുവരുന്നത്. രാജ്യത്തെ ഒരേ ഒരു ആക്റ്റീവ് ഈ അഗ്നിപർവ്വതമാണ് ഉള്ളത്. അവിടെ നിന്നുമാണ് ഇത്തരത്തിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നത്.